إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله وارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن الخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة كل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها بث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. إن الله يحب التوابين ويحب المتطهرين. ഏറെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ വിശ്വാസിനികളെ, ലോകരക്ഷിതാവായ നിയന്താവായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ നിങ്ങളോട് ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമായിക്കൊണ്ട് കൈവരിക്കേണ്ട ഒന്നാണ് ശുദ്ധി എന്ന് പറയുന്നത്. ശുദ്ധി എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കൃത്യമായിക്കൊണ്ട് ഒളുവെടുത്ത് കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് ശരീരമെല്ലാം ശുദ്ധിയായിക്കൊണ്ട് അങ്ങനെ പോകുന്ന ഒരു ശുദ്ധി ഇസ്ലാം വളരെ കൃത്യമായിക്കൊണ്ട് ഗൗരവത്തോട് കൂടിക്കൊണ്ട് ഉണർത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്വായത്തമാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ശുദ്ധിയാണ് മാനസിക ശുദ്ധി, അതുപോലെ തന്നെ സാമ്പത്തിക ശുദ്ധി, വിശ്വാസശുദ്ധി എന്ന് പറയുന്നതെല്ലാം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൃത്യമായിക്കൊണ്ട് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു. കാരണം വിശുദ്ധമായിക്കൊണ്ടുള്ള റമദാനിൻ്റെ തൊട്ട് മുമ്പുള്ള ചില ദിവസങ്ങളിലാണ് ഞാനും നിങ്ങളുമെല്ലാം ഇപ്പോൾ ഉള്ളത്. നമ്മളൊരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്യാൻ പോകുന്ന സമയത്തെല്ലാം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിക്കൊണ്ട് എടുത്തു വെച്ച് ഒരുക്കി വെച്ചിട്ടാണ് നമ്മളെ യാത്രയിലേക്ക് കടക്കുന്നത്. അതുപോലെ തന്നെ ആയിരിക്കണം. അതുപോലെ പരിശുദ്ധ റമദാനിന് വേണ്ടിക്കൊണ്ട് തയ്യാറാകാൻ വേണ്ടിക്കൊണ്ട് മനസ്സും ശരീരവും സമ്പത്തും എല്ലാം ശുദ്ധീകരിക്കാനുള്ള ഒരു അവസരമായിക്കൊണ്ട് ഈ ദിവസങ്ങളെ കാണണം എന്നുള്ളതാണ് ഈ ഒരു നിമിഷത്തിൽ നിങ്ങളെ എല്ലാവരെയും ഓർമ്മപ്പെടുത്താനുള്ളത്.
ഞാൻ ആദ്യം ഊതി വെച്ച ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് പറയുന്നുണ്ട്, ഇന്നല്ലാഹു യുഹിബ്ബുൽ തവ്വാബീന വയുഹിബ്ബുൽ മുതതഹ്ഹിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന 2 പേരെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഇസ്തിഗ്ഫാർ ചെയ്യുന്ന, റബ്ബിനോട് തൗബ ചെയ്യുന്ന ആളുകളെ തൊട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ റബ്ബിന് ഇഷ്ടപ്പെടുന്ന, റബ്ബിന് പ്രിയപ്പെട്ട മറ്റൊരു ആളെ കുറിച്ചാണ് ശേഷം വരുന്ന അല്ലെങ്കിൽ അതിനോട് തുടർന്ന് വരുന്ന ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയിട്ടുള്ളത്. അത് ശുദ്ധി കൈവരിച്ചുകൊണ്ട് പോകുന്ന ആളുകളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല താൻ അത്രയ്ക്കും ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ശുദ്ധി കൈവരിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി കൂടി നമ്മളൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആദ്യമായിക്കൊണ്ട് ശാരീരിക ശുദ്ധിയെക്കുറിച്ച് പറയുകയാണ്. നമുക്കറിയാം അത് എത്രത്തോളം പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം. കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് നിസ്കാരം എന്ന് പറയുന്നത്. ആ നിസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് കൃത്യമായിക്കൊണ്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും കൃത്യമായിക്കൊണ്ട് ശുദ്ധിയായിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മളെല്ലാം നിസ്കാരത്തിലേക്ക് കടന്നു വരുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മളെല്ലാം ജുമാ ദിവസത്തിലാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ ജുമാ ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ഈ ജുമാ ദിവസത്തിനും പങ്കെടുക്കുമ്പോൾ അതിനു വേണ്ടിക്കൊണ്ടുള്ള ചില പ്രാധാന്യങ്ങളുണ്ട്. കൃത്യമായിക്കൊണ്ട് അതിന് വേണ്ടിക്കൊണ്ട് കുളിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ശരീരഭാഗത്തുള്ള ഗുഹ്യഭാഗങ്ങളെല്ലാം കൃത്യമായിക്കൊണ്ട് വൃത്തിയാക്കി നഖമെല്ലാം വെട്ടി എടുത്തിട്ട് നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മളെല്ലാം ഈ ജുമാ ദിവസത്തിലൂടെ ഒരുമിച്ച് കൂടുകയാണ്. ഇതെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിക്കൊണ്ട് ചെയ്യണമെന്ന് നമ്മോട് പറഞ്ഞ ചില കാര്യങ്ങളാണ്. അപ്പൊ എത്രത്തോളം പ്രാധാന്യം ഈ ഒരു വിഷയത്തിന് ഉണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം, കൊറോണ പോലെയുള്ള രോഗങ്ങൾ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാക്കപ്പെട്ട ഒരു കാര്യമാണ് ഇസ്ലാമിലെ ശുദ്ധിയുമായി ബന്ധപ്പെട്ടിട്ട്. അതായത് ഒരു മനുഷ്യൻ, ഒരു സാധാരണക്കാരനായിക്കൊണ്ടുള്ള ഒരു മനുഷ്യൻ പലപ്പോഴും വിട്ടുപോകുന്ന അല്ലെങ്കിൽ അധികം ശ്രദ്ധിക്കാത്ത ചില ഇടങ്ങൾ കൃത്യമായിക്കൊണ്ട് ഇസ്ലാം പരിചയപ്പെടുത്തുന്നുണ്ട്. ഇവിടെയെല്ലാം കൃത്യമായിക്കൊണ്ട് പരിശോധിച്ച് കൃത്യമായിക്കൊണ്ട് വൃത്തിയാക്കണമെന്ന് ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. അതിലെ ചില കാര്യങ്ങൾ കാണാൻ സാധിക്കും. അശ്റമിൻ ഫത്രത്തി, അതായത് പ്രകൃതി നിയമങ്ങളിൽപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് കസ്സു ഷാരിബ്, അതുപോലെ കസ്സുൽ അൽഫാർ, അതുപോലെ അസ്സുൽ ബറാജിം, അതുപോലെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഹദീസുകളിലൂടെ വന്നിട്ടുണ്ട്. അതായത് അവന്റെ മൂക്കിന്റെ ദ്വാരം കൃത്യമായിക്കൊണ്ട് വൃത്തിയാക്കണം, ചെവിടുകൾ കൃത്യമായിക്കൊണ്ട് വൃത്തിയാക്കണം, അതുപോലെ തല തടുവണം, അതുപോലെ തന്നെ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം കൃത്യമായിക്കൊണ്ട് ശുദ്ധീകരിക്കണം. ഇതെല്ലാം പരിശുദ്ധ ദീൻ ഇസ്ലാം കൃത്യമായിക്കൊണ്ട് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം പ്രാധാന്യം ഇസ്ലാം ഇതിന് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, അവരുടെ മുമ്പുള്ള ചരിത്രങ്ങളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ശുദ്ധിയുടെയും സംസ്കാരത്തിന്റെയും കാര്യത്തിൽ വളരെയധികം പിന്നോട്ട് നിന്ന ഒരു കാലഘട്ടമായിരുന്നു ആ പാശ്ചാത്യ രാജ്യങ്ങളെ. സ്പെയിൻ പോലെയുള്ള, റോം പോലെയുള്ള രാജ്യങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ തികച്ചും അവിടെ അത്തരത്തിലുള്ള സംസ്കാരം അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതി കാണാൻ സാധിക്കുകയില്ല. ശേഷം ഇസ്ലാം കടന്നു വന്നതിന് ശേഷം അത്തരം രാജ്യങ്ങളിൽ ഉണ്ടായ സംസ്കാരത്തിന്റെയും ശുദ്ധിയുടെയും വിഷയത്തിൽ അവർക്കുണ്ടായ മാറ്റം ഇന്നും നമുക്ക് അത്തരം രാജ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. അത്രത്തോളം പ്രാധാന്യം ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഓരോ മനുഷ്യരും നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും പരിശോധിക്കേണ്ട, ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മാനസിക ശുദ്ധി എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കാൻ നിൽക്കുന്ന സമയത്ത് പള്ളികളെല്ലാം കൃത്യമായിക്കൊണ്ട് വൃത്തിയാക്കി, അതിൻ്റെ അറ്റകുറ്റ പണികളെല്ലാം കൃത്യമായിക്കൊണ്ട് പരിശോധിച്ച് നന്നാക്കി, വീടുകളെല്ലാം അതിനു വേണ്ടിക്കൊണ്ട് ഒരുക്കി നമ്മൾ ആ പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. നമ്മുടെ മാനസിക ശുദ്ധി ഉറപ്പുവരുത്തേണ്ട ഒരു സമയം കൂടിയിട്ടാണ്. അത് ശുദ്ധിയായിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് നമ്മൾ ആ പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ മാനസിക ശുദ്ധി കൈവരിച്ച ആളുകളാണോ ഞാനും നിങ്ങളുമെന്ന് ഒരു നിമിഷമൊന്ന് പരിശോധിച്ച് നോക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിൽ ശുദ്ധി കൈവരിക്കുന്ന വിഷയത്തെ തൊട്ട് പറയുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കും. അറഅയ്തും ലൗ അന്ന നഹറം ബി ബാബിൻ അഹദിക്കും, അതായത് നിങ്ങളുടെ ഒരാളുടെ വീടിന് മുമ്പിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട് എന്ന് വിചാരിക്കുക. യഅ്സിലു ബിഹി കുല്ല യൗമിൻ ഖംസൻ, എല്ലാ 5 നേരവും ആ നദിയിലൂടെ ആ ഒഴുകുന്ന നദിയിലൂടെ നിങ്ങൾ 5 നേരവും അവിടെ കൃത്യമായിക്കൊണ്ട് കുളിക്കുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിൽ അത്തരത്തിൽ 5 നേരവും നമ്മൾ കുളിക്കുകയാണെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ അഴുക്കുകൾ ഉണ്ടാകുമോ? കാലു അവർ പറയുകയാണ്, ഒരു തരത്തിലുള്ള അഴുക്കും എന്റെ ശരീരത്തിൽ ഉണ്ടാവുകയില്ല. ഇതുപോലെയാണ് 5 നേരവും നിസ്കരിക്കുന്ന ഒരാൾ ഇതുപോലെയാണ് എന്നാണ്
അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശരീരത്തിലെ എല്ലാ അഴുക്കുകളും കൃത്യമായി കൊണ്ട് തുടച്ചു നീക്കുന്നതാണ് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ അതായത് ഏറ്റവും പരമപ്രധാനമായി കൊണ്ട് കാണുന്ന ഇബാദത്താണ് നിസ്കാരം എന്ന് പറയുന്നത്. അത് കൃത്യമായി കൊണ്ട് നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ മാനസിക ശുദ്ധി കൈവരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടും എന്നുള്ളത് തന്നെയാണ്. ഇതിൽ രണ്ടുണ്ട് കാര്യം. ഒന്ന്, നമ്മുടെ ശാരീരിക ശുദ്ധിയും ഇവിടെ ഉറപ്പുവരുത്തുകയാണ്, അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ശുദ്ധിയും ഇവിടെ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ നമസ്കാരം എന്ന് പറയുന്നത്, നമ്മൾ ഇബാദത്ത് എന്ന് പറയുന്നത് തീർച്ചയായും കൊണ്ട് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ഏറ്റവും നല്ല പ്രവർത്തനങ്ങളിൽ ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ മാനസികമായി കൊണ്ട് അശുദ്ധി പ്രാപിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഏഷണി, പരദൂഷണം, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ സ്വാഭാവികമായി കൊണ്ട് നമ്മുടെ ഉള്ളിലൊക്കെ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ എല്ലാം വരുന്ന ഒരു കാര്യമാണ്. മറ്റുള്ളവന്റെ കുറ്റവും കുറവുകളും എല്ലാം പറഞ്ഞുകൊണ്ടും മറ്റുള്ളവർക്ക് മുമ്പിൽ ആ ഒരു മനുഷ്യനെ വളരെ മോശമായി കൊണ്ട് ചിത്രീകരിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി കൊണ്ട് പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും, മുസ്ലിമൻ സത്തറഹുല്ലാഹു ഫി ദുനിയ വൽ ആഖിറ. അല്ലാഹു സുബ്ഹാനഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരാൾ മറ്റൊരാളുടെ രഹസ്യത്തെ സൂക്ഷിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അവന്റെ രഹസ്യവും സൂക്ഷിക്കുമെന്നാണ്. നമ്മൾ അറിഞ്ഞും അറിയാതും ചെയ്ത ഒരുപാട് തെറ്റുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ മറ്റൊരാളുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ, അവന്റെ കുറവുകൾ നമ്മൾ സംരക്ഷിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്തെത്തുമ്പോൾ അല്ലെങ്കിൽ ഈ ദുനിയാവിലായിരുന്നാലും നമ്മുടെ രഹസ്യങ്ങൾ, നമ്മുടെ കുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെക്കുമെന്നാണ്. അതല്ലാതെ മറ്റുള്ളവനെ മോശമായി കൊണ്ട് ചിത്രീകരിക്കുന്ന രീതി, അതായത് ഇന്ന് നമ്മുടെ യുവാക്കൾക്കിടയിൽ, വിദ്യാർത്ഥികൾക്കിടയിൽ കണ്ടുവരുന്ന ഒരു സ്വഭാവം കൂടിയിട്ടാണത്. അതായത് 4-5 പേർ കൂടുമ്പോൾ അതിലൊരാളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവനെ മോശമായി കൊണ്ട് കളിയാക്കി അല്ലെങ്കിൽ മോശമായി കൊണ്ട് അവനെ വേദനിപ്പിക്കുന്ന രീതിയിലെല്ലാം സംസാരിക്കുന്ന ഒരു രീതി നമ്മുടെ കുട്ടികൾക്കിടയിൽ എല്ലാം കാണുന്ന ഒരു സ്വഭാവമാണ്. പക്ഷേ കളിയാക്കപ്പെടുന്ന ഒരു കുട്ടിയും ഒരു പക്ഷേ നമ്മളൊപ്പം നിന്നുകൊണ്ട് ചിരിക്കുന്നുണ്ടാകാം, അവനത് ആസ്വദിക്കുന്ന പോലെ എല്ലാം അഭിനയിക്കുന്നുണ്ടാകും. പക്ഷേ ഉള്ളില് അത്തരത്തിൽ വിഷമമുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് കാര്യം അറിയുകയില്ല. തീർച്ചയായും കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയേണ്ട ഒരു ദുസ്വഭാവമാണ് മറ്റൊരുവന്റെ പച്ചമാംസത്തെ ഭക്ഷിക്കുന്ന ഒരു സ്വഭാവം. തീർച്ചയായും കൊണ്ട് നമ്മൾ എടുത്തു കളയേണ്ട ഒന്ന് തന്നെയാണ്. അത് നമ്മുടെ മനസ്സിനെ ശരിയായി കൊണ്ട് അശുദ്ധി പ്രാപിക്കുന്ന ഒരു മോശമായിക്കൊണ്ടുള്ള സ്വഭാവമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ കൂടി ഉൾപ്പെടുത്തി പറയാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇന്നേയും കാണാൻ, അതായത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടാകും. റാഗിംഗ് എന്നുള്ള പേരിൽ സ്വന്തം ഒരു വിദ്യാലയത്തിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ തൻ്റെ സഹപാഠി അല്ലെങ്കിൽ തന്നേക്കാൾ ജൂനിയർ ആയിക്കൊണ്ടുള്ള കുട്ടിയെ കെട്ടിയിട്ടുകൊണ്ട് അവന്റെ ശരീരത്തിൽ കോമ്പസ് കുത്തി, അവിടുന്ന് ആ കോമ്പസ് കുത്തിയ ഭാഗത്ത് തന്നെ ഡെറ്റോളും അതുപോലെ തന്നെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം അവന്റെ ശരീരത്തിൽ ഒഴിപ്പിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുന്ന, അവനൊന്ന് കരയാൻ പോലും സമ്മതിക്കാതെ കെട്ടിയിട്ട് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരുപാട് ആളുകളെ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും. ഇതേ സംഭവം നമുക്ക് 2 ആഴ്ച മുമ്പ് നമ്മൾ കാണുകയുണ്ടായി. അതിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥി മരിക്കുകയുണ്ടായി. പിന്നെയും ഇതന്നെ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേ വരികയാണ്. നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. അത്തരത്തിൽ ഒരു മനുഷ്യന്റെ പച്ചമാംസം നമ്മൾ ഭക്ഷിക്കുന്ന പോലെ തന്നെ, അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ കുത്തി നോവിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുന്ന പോലെ തന്നെയാണ് ഇതുപോലെ മറ്റുള്ളവനെ വേദനിപ്പിച്ചുകൊണ്ട് നമ്മൾ ആനന്ദം കണ്ടെത്തുന്നതും. സഹോദരങ്ങളെ ചിന്തിക്കുക, തീർച്ചയായിക്കൊണ്ടും ഇത്തരത്തിലുള്ള ദുസ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ രക്ഷിതാവാകുമ്പോൾ നമ്മുടെ വീട്ടിൽ കുട്ടികൾ ഉണ്ടാകും. ആ കുട്ടികൾ തീർച്ചയായിക്കൊണ്ടും വിദ്യാലയങ്ങളിലേക്ക്, സമൂഹത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് അവരോട് പറയാൻ സാധിക്കണം, നീ മുതിർന്നവരോട് ഇങ്ങനെയാണ് പെരുമാറേണ്ടത്, നിന്നേക്കാൾ താഴെയുള്ളവരോട് നീ ഇങ്ങനെയാണ് പെരുമാറേണ്ടത്, നിന്നേക്കാൾ ദരിദ്രനായവനോട് നീ ഇങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ള കൃത്യമായിക്കൊണ്ടുള്ള ഒരു പാഠം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിക്കൊണ്ടും അവർ മുതിർന്നവരെ കാണുമ്പോൾ, തന്നേക്കാൾ ഇളയവരെ കാണുമ്പോൾ ഒരു പുച്ഛമനോഭാവം, ഒരു പുച്ഛിച്ചുകൊണ്ടുള്ള ഒരു ചിരി അവരുടെ മുഖത്തുണ്ടെങ്കിൽ നമ്മളത് മാറ്റേണ്ടിയിരിക്കുന്നു. കാരണം ഇനി അവർ വളർന്നു വരുമ്പോൾ അത് മോശമായ രീതിയിലേക്ക് അവരുടെ സ്വഭാവത്തെ മാറ്റിക്കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഒരു കുട്ടിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുന്നത് അവന്റെ മാതാപിതാക്കളുടെ വാക്കുകളായിരിക്കാം. പിന്നെ അവനെ സ്വാധീനിക്കപ്പെടുന്നത് അവന്റെ സുഹൃത്തുക്കളുടെ വാക്കുകളായിരിക്കാം. നമ്മൾ ആദ്യം അവരെ മനസ്സിനെ സ്വാധീനപ്പെടുത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഒരു 2 വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ ഒരു 3 വയസ്സായ ഒരു കുട്ടി സ്വന്തം ഉമ്മാനെ കണ്ടുകൊണ്ട് അവന്റെ ഉമ്മ എങ്ങനെയാണ് നിസ്കരിക്കുന്നത് അതുപോലെ കൈ കെട്ടി, അതുപോലെ സുജൂദ് ചെയ്ത്, അതുപോലെ റുക്കൂ ചെയ്യുന്ന കുട്ടികളെ എല്ലാം നമ്മുടെ വീട്ടിലുണ്ടാകും.
സ്വന്തം ഉമ്മ എങ്ങനെയാണോ ഖുർആൻ ഓതുന്നത് അതുപോലെയെല്ലാം ബുക്കുകൾ പിടിച്ചിരുന്നു കൊണ്ട് ഖുർആൻ ഓതാൻ ശ്രമിക്കുന്ന, അതുപോലെയെല്ലാം കാണിക്കുന്ന കുട്ടികൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ എന്താണോ നമ്മുടെ ഈ ഒരു സമയത്ത് നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ കാണപ്പെടുന്ന മാതൃക എന്ന് പറയുന്നത്, അത് തന്നെയായിരിക്കും അവരുടെ ജീവിതത്തിലെല്ലാം ഉണ്ടാകുന്നത്. നമ്മൾ വീട്ടിൽ കയറി വരുന്ന സമയത്ത് ഭാര്യയോട് ദേഷ്യപ്പെടുന്നു, ഉമ്മയോട് ദേഷ്യപ്പെടുന്നു, ഉപ്പയോട് ദേഷ്യപ്പെടുന്നു, അവരോട് മോശമായി കൊണ്ട് സംസാരിക്കുന്നു, തെറിവാക്കുകൾ പറയുന്നു. ഇതെല്ലാം കാണുന്നുണ്ട് ഒരു കുട്ടി നമുക്കിടയിൽ ഉണ്ടാകും. ഇവരെല്ലാം വളർന്നു വരുമ്പോൾ ഇത്തരത്തിലുള്ള സ്വഭാവമുള്ള കുട്ടികളായിക്കും വളർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ നാം ഒന്ന് പരിശോധിച്ചു നോക്കുക, ഞാൻ എത്രത്തോളം ശരിയാണ്, ഞാൻ എത്രത്തോളം എൻ്റെ കുട്ടികൾക്ക് മാതൃകയാണ് എന്നുള്ള കാര്യം ഒരു നിമിഷം നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. അതുപോലെ തന്നെ ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരു പിതാവുണ്ട് എന്ന് വിചാരിക്കുക. അദ്ദേഹം പുറത്തിറങ്ങിക്കൊണ്ടും വളരെ വിശാലമായിക്കൊണ്ടും സിഗരറ്റ് വലിച്ചിങ്ങനെ വിടുകയാണ്. അപ്പോ ഇത് കണ്ടുകൊണ്ടൊരു കുട്ടി തന്റെ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. അവൻ തന്റെ ഉപ്പ ചെയ്യുന്നത് പോലെ ചിലപ്പോൾ ഒരു പെൻസിലിന്റെ കഷ്ണം എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു പേനയുടെ കഷ്ണം എടുത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കയ്യിൽ അവന്റെ കയ്യിൽ ഒതുങ്ങുന്ന എന്തെങ്കിലും കയ്യിൽ വെച്ചുകൊണ്ടും അവൻ അതുപോലെ ചെയ്യാൻ ശ്രമിക്കും. നമ്മളൊന്ന് പരിശോധിക്കുക, തീർച്ചയായിക്കൊണ്ടും അവർ ഇത്തരത്തിൽ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള മാനസിക ശുദ്ധി കൈവരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിക്കൊണ്ടും ഈ ഒരു സമയത്ത് തന്നെ അവരെ അതിനു വേണ്ടിക്കൊണ്ട് തയ്യാറാക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മോശം സ്വഭാവങ്ങളുള്ള മോശം അവസ്ഥയിലേക്ക് ഇത്തരം കുട്ടികൾ എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സഹോദരങ്ങളെ, ഒരു വിഷയം വളരെ കൃത്യമായിക്കൊണ്ട് നാം ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിക്കൊണ്ടും അത്തരത്തിൽ മാനസിക ശുദ്ധി കൈവരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടേണ്ടതുണ്ട്. അതുപോലെ തന്നെ മാനസിക ശുദ്ധി പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ സാമ്പത്തിക ശുദ്ധി എന്ന് പറയുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശുദ്ധി പ്രാപിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് നമ്മുടെ സാമ്പത്തിക മേഖല എന്ന് പറയുന്നത്. നമ്മൾ സമ്പാദിക്കുന്ന, നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആ പൈസ, ആ സമ്പാദ്യം, അത് എങ്ങനെ വന്നതാണ്? അത് തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് നമ്മൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. ലാ തദൂലു ഖദമു ഇബ്നു ആദമ യൗമൽ ഖിയാമത്തി മിൻ ഇൻദി റബ്ബിഹി. അതായത് ഖിയാമത്ത് നാളില് ആ ആദം സന്തതികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല 5 കാര്യങ്ങളെ തൊട്ട് ചോദിക്കപ്പെടുമെന്നാണ്. ആ 5 കാര്യങ്ങൾ ചോദിക്കുന്നത് വരെ അവന്റെ കാൽ നീങ്ങുകയില്ല എന്നാണ് പറയുന്നത്. അവൻ എവിടുന്ന് ആ സമ്പാദ്യം നേടി, അവൻ എവിടെ അത് ചിലവഴിച്ചു എന്നുള്ള ചോദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് നമ്മോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. നമ്മൾ ആരെയും പറ്റിച്ചും വഞ്ചിച്ചും നുണ പറഞ്ഞും കള്ളത്തരങ്ങൾ പറഞ്ഞുമാണ് നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് നമ്മൾ ഒരുമിച്ച് സ്വരൂപിച്ചിട്ടുള്ളത് എങ്കിൽ തീർച്ചയായിക്കൊണ്ടും ഒരു പക്ഷേ നമുക്ക് ഈ ദുനിയാവിൽ ഉപയോഗപ്പെട്ടേക്കാം. നാളെ പരലോകത്തെത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്നുള്ള ചിന്തയോട് കൂടിക്കൊണ്ട് തന്നെ നമ്മുടെ അധ്വാന മേഖല, നമ്മുടെ സാമ്പത്തിക മേഖല കൃത്യമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പലിശയുമായി ബന്ധപ്പെട്ടത്. എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിക്കൊണ്ട് നമ്മളെ ഉണർത്തുന്നുണ്ട്. അതായത് ആ ഒരു റിബ എന്ന് പറയുന്നത് അത് തീർച്ചയായിക്കൊണ്ടും നമുക്ക് ഹറാമാണ് എന്ന് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സഹോദരങ്ങളെ ചിന്തിക്കുക, നമ്മളൊന്ന് വീട്ടിലേക്ക് ഒരു ഉപകരണം വാങ്ങണമെന്നുണ്ടെങ്കിൽ, ഒരു സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ EMI ആയിക്കൊണ്ടോ ഇൻസ്റ്റാൾമെന്റ് ആയിക്കൊണ്ടോ ഒക്കെ ആയിരിക്കും നമ്മുടെ വീടുകളിലേക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നത്. പക്ഷേ അതെല്ലാം പലിശയുടെ ഒരു കണം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ബർക്കത്ത് നമുക്ക് ലഭിക്കുക? നമുക്ക് കാണാൻ സാധിക്കും 2 വ്യക്തികളെ. അതായത് ഒരു വ്യക്തി എന്ന് പറയുന്നത് അവൻ ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സമ്പാദിക്കുന്നുണ്ട്, ലക്ഷക്കണക്കിന് രൂപ അവൻ സാലറി വാങ്ങുന്നുണ്ട്. പക്ഷേ അവന്റെ ജീവിതത്തിൽ എവിടെയും സമ്പാദ്യം കാണുന്നില്ല, അതെല്ലാം നശിച്ചു പോവുകയാണ്. ഒരു തരത്തിലുള്ള ബർക്കത്ത് അവന്റെ ജീവിതത്തിലെ സമ്പാദ്യം കൊണ്ടില്ല. ഒന്ന് പരിശോധിച്ച് നോക്കുക. അത്തരത്തിൽ ലക്ഷങ്ങൾ വാങ്ങുന്ന, അത്രക്കും വലിയ സാലറികൾ വാങ്ങുന്ന നമുക്ക് നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ അത് പറ്റുന്നില്ല എങ്കിൽ നമ്മളൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു സമ്പാദ്യത്തിൽ വഞ്ചന വന്നിട്ടുണ്ടോ, തെറ്റ് വന്നിട്ടുണ്ടോ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഒരു സാധാരണക്കാരനായ കൂലിപ്പണിക്കാരനായ ഒരു മനുഷ്യൻ അവൻ സമ്പാദിക്കുന്നത് വളരെ തുച്ഛമായിരിക്കും. പക്ഷേ പടച്ചോനെ ഇറക്കാത്ത, അല്ലെങ്കിൽ പടച്ചോനോട്, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കി എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാതെ അത് കൃത്യമായി ഹലാലായ മാർഗത്തിലൂടെയാണ് സമ്പാദിക്കുന്നത്, ഹലാലായ മാർഗത്തിലൂടെയാണ് ചിലവഴിക്കുന്നത് എങ്കിൽ തീർച്ചയായിക്കൊണ്ടും അവന് കിട്ടുന്ന ശമ്പളം എത്ര തുച്ഛമാണെങ്കിലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സമ്പത്തിൽ അവന് ബർക്കത്ത് കൊടുക്കുക തന്നെ ചെയ്യും. നമ്മുടെ യുവാക്കൾ പലപ്പോഴും വിവാഹങ്ങളിൽ നിന്നെല്ലാം പിന്നോട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരിക്കും സാമ്പത്തികമായി കൊണ്ട് അവനൊന്നുമില്ല എന്നുള്ള കാര്യം. നമ്മളൊന്ന് പരിശോധിക്കുക. നമ്മൾ കൃത്യമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മാർഗത്തിലൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്.
അധ്വാനിക്കുന്നത്, ഒരു തെറ്റും വരുത്താതെ ഒരാളെയും വഞ്ചിക്കാതെ കൃത്യമായി നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ അധ്വാനിക്കുന്നത് എങ്കിൽ തീർച്ചയായിക്കൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഏതൊരു മേഖലയിൽ ചെന്നാലും, നമ്മൾ ദാമ്പത്യ ജീവിതമായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സുരക്ഷിതമാക്കുക തന്നെ ചെയ്യും. കാരണം നമ്മൾ കൃത്യമായിക്കൊണ്ടാണ് നമ്മൾ സമ്പാദ്യത്തെ സ്വരുക്കൂട്ടുന്നത്. അതിൽ ചതിയുടെയും വഞ്ചനയുടെയും ഒരു കണിക പോലും ഇല്ല എന്ന് കൃത്യമായിക്കൊണ്ടൊരു ഉറപ്പ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എങ്കിൽ ആ ഒരു സമ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നൽകുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന വസ്ത്രം ഹറാം, ഹറാം, അതുപോലെ ഹറാം, നമ്മൾ എടുക്കുന്ന വസ്ത്രം, കുടിക്കുന്ന ഭക്ഷണം, തിന്നുന്ന ഭക്ഷണം, അതുപോലെ കുടിക്കുന്ന പാനീയം ഏതു തന്നെയായിരുന്നാലും അതെല്ലാം ഹറാമാണെങ്കിൽ ഒന്ന് പരിശോധിക്കുക. തീർച്ചയായിക്കൊണ്ടും നമുക്ക് ദുനിയാവിലായിരുന്നാലും പരലോകത്തിലായിരുന്നാലും യാതൊരു തരത്തിലുള്ള ഗുണവും നമുക്ക് ലഭിക്കുകയില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. കാരണം ഇന്നല്ലാഹു ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ത്വയ്യിബാണ്, തീർച്ചയായിക്കൊണ്ടും നല്ലതല്ലാത്തത് അവൻ സ്വീകരിക്കുകയില്ല എന്ന് തന്നെ പറയുകയാണ്. അതുകൊണ്ട് നാം ഒന്ന് പരിശോധിക്കുക. നമ്മുടെ സാമ്പത്തിക രംഗം, നമ്മുടെ മാനസിക ശുദ്ധി നമ്മളൊന്ന് പരിശോധിക്കേണ്ടി. അതിൽ പാകപ്പിഴവുണ്ട് എങ്കിൽ തീർച്ചയായിക്കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ബർക്കത്ത്, റബ്ബിൽ നിന്നുള്ള അനുഗ്രഹം നമുക്ക് എവിടേക്കോ തടഞ്ഞു വെക്കപ്പെട്ടിട്ടുണ്ടാകും. അതിൽ നിന്നെല്ലാം മാറി ശരിയായ ഹലാലായ മാർഗത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് തടഞ്ഞു നിർത്തിയത് എന്താണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുക തന്നെ ചെയ്യും. നമ്മൾ പലിശയെല്ലാം ഒഴിവാക്കി മറ്റു ചീത്തയായിക്കുള്ള ഹറാമായ കാര്യങ്ങളെല്ലാം മാറി നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, കഷ്ടപ്പാടുകൾ ഉണ്ടാകും. പക്ഷേ നമുക്ക് സമാധാനിക്കാം. ഞാൻ ഹറാമായിക്കൊണ്ടുള്ള ഒന്നും, ഒരു തരത്തിലുള്ള ഭക്ഷണവും എൻ്റെ വായിലേക്ക്, എൻ്റെ ശരീരത്തിലേക്ക് പതിച്ചിട്ടില്ല എന്ന് ഉറപ്പോട്, മനസമാധാനത്തോട്, സന്തോഷത്തോടു കൂടി കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബർക്കത്ത് നൽകുക തന്നെ ചെയ്യും. അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. നമ്മുടെ പ്രവർത്തനമായിരുന്നാലും, നമ്മുടെ ജോലിയായിരുന്നാലും, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ത് തന്നെയായിരുന്നാലും അത് ഒരു നിമിഷമെങ്കിലും ഒന്ന് പരിശോധിച്ചിട്ട് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്, അധ്വാനിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ വലക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓരോരുത്തരെയും എന്നോടെന്ന പോലെ തന്നെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഹറാമു ബയ്യിൻ വൽ ഹലാലു ബയ്യിൻ എന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഹറാമും നമുക്ക് വ്യക്തമാണ്, ഹലാലും നമുക്ക് വ്യക്തമാണ്. അത് തിരഞ്ഞെടുക്കാനുള്ള ബുദ്ധിയും വിവേകവുമെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകിയിട്ടുണ്ട്. പക്ഷേ അത് തിരഞ്ഞെടുക്കുന്ന വിഷയത്തിലാണ് പലപ്പോഴും നമുക്ക് തെറ്റ് പറ്റുന്നത്. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ പലപ്പോഴും ആളുകൾ അതിന് മടിക്കുകയാണ്. എനിക്ക് ഹക്കും ബാത്തിലും ഒന്ന് പരിശോധിച്ച് അതിനനുസരിച്ച് ജീവിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ എൻ്റെ സ്വതന്ത്രത്തിനനുസരിച്ച് കൊണ്ടും എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ട് എൻ്റെ മനസ്സെന്ത് പറയുന്നു അതിനനുസരിച്ച് കൊണ്ട് മാത്രമേ ഞാൻ ജീവിക്കൂ എന്ന് പറയുന്ന ഒരുപാട് ആളുകളുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, നമ്മളുടെ മനസ്സ് പറയുന്നത് ശരിയാണോ തെറ്റാണോ, അത് തെറ്റാണെങ്കിൽ പോലും ചെയ്യണം എന്ന് പറയുന്ന ആളുകളാണ്. തീർച്ചയായിക്കൊണ്ടും അത്തരത്തിൽ തെറ്റ് ചെയ്യുന്ന നമുക്കൊരു ചിന്ത വരേണ്ടത്, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന ഓരോ തിന്മകൾക്കുമുള്ള കണക്കെടുപ്പ് നാളെ പരലോകത്ത് ഉണ്ട് എന്നുള്ള ചിന്തയോട് കൂടിക്കൊണ്ട് തന്നെ അത്തരം തിന്മകൾ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും, പ്രണയിക്കുന്നവർക്ക്, സ്നേഹിക്കുന്നവർക്ക് ഒരു ദിവസം എന്നുള്ള രീതിയിലെല്ലാം ഇന്നത്തെ ദിവസത്തെ ആഘോഷിക്കപ്പെടുന്നതായിക്കൂടെ കാണാൻ സാധിക്കും. അതായത് താൻ ഇഷ്ടപ്പെടുന്ന ആളെ അത് ആ ഒരു വ്യക്തിയോട് പറയാൻ ഒരു ദിവസം തിരഞ്ഞെടുക്കുകയും അത് ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത്, ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ അവന് ഹലാലാകുന്നത്
നിക്കാഹ് എന്ന് പറയുന്ന ആ ഹലാലായ മാർഗത്തിലൂടെയാണ് ഒരു പുരുഷൻ ഒരു സ്ത്രീ അവന് സ്വന്തമാകുന്നത്. അവനെ സ്പർശിക്കാനും അവനോട് സ്നേഹത്തോട് സംസാരിക്കുവാനുമുള്ള അവസരം ലഭിക്കുന്നത് അത്തരത്തിൽ നിക്കാഹ് ചെയ്തുകൊണ്ട് ഹലാലായ മാർഗത്തിൽ അവന് സ്വന്തമാകുമ്പോഴാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ തൻ്റെ വധുവിനെ, തൻ്റെ വരനെ അവർ തന്നെ തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ വിവാഹത്തിൻ്റെ ആവശ്യം തന്നെ ഇല്ല. തനിക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അതവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിവാഹം എന്നുള്ള ഒരു ചടങ്ങുകളില്ലാതെ സ്വതന്ത്രമായിക്കൊണ്ട് ജീവിക്കാം എന്ന് പറയുന്ന ഒരു വർത്തമാനമാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അത്തരത്തിൽ ഹക്കും ബാത്തിലും ഒന്നും യാതൊരു തരത്തിലുള്ള വിലയും കൊടുക്കാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളോട് മുഖം തിരിക്കുന്ന അത്തരത്തിലുള്ള ആളുകൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിക്കൊണ്ടും നാളെ പരലോകത്ത് അവരെത്തപ്പെടുമ്പോൾ ഇതിനെപ്പറ്റി ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ആ ഒരു ചിന്തയോട് കൂടിക്കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ സജ്ജീകരിക്കാൻ, അതിനു വേണ്ടിക്കൊണ്ട് തയ്യാറാകാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവസാനമായിക്കൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളോടുമായിക്കൊണ്ട് പറയുകയാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ജുമാ ദിവസത്തെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി, ഹയബിയുടെ നേതൃത്വത്തിൽ ഒരു മത്സരത്തിൻ്റെ കാര്യം നമ്മളിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. തീർച്ചയായിക്കൊണ്ടും നമ്മുടെ സംഘടനയുടെ കീഴിൽ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളുമായിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംരംഭമാണ് IMB എന്ന് പറയുന്നത്. അതിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമാണ് നമ്മുടെ സക്കാത്ത് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികമെല്ലാം ശുദ്ധമാണ്, നമ്മളെല്ലാ കാര്യവും കൃത്യമായിക്കൊണ്ടാണ് ചെയ്യുന്നത്, പക്ഷേ സക്കാത്ത് കൊടുക്കാൻ നമ്മൾ മടിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിക്കൊണ്ടും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കിഹിം ബിഹാ. അതായത് ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുകയാണ്, നിന്റെ സമ്പത്ത് സ്വതക്ക നൽകുക, തുതഹിറുഹും അതിനെ ശുദ്ധീകരിക്കും, വതുസക്കിഹിം ബിഹിമ അതിനെ സംസ്കരിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ നമ്മൾക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം ഇതിന് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സ്വതക്കയുടെ വിഷയം, പള്ളി പരിപാലന ഫണ്ടിലേക്ക് നമുക്ക് പറ്റുന്ന രീതിയിൽ എത്ര ചെറിയ സംഖ്യ ആയിരുന്നാലും വലിയ സംഖ്യ ആയിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് ആ ഒരു മേഖലയിലേക്ക് നൽകണമെന്ന് ഈ ഒരു നിമിഷത്തിൽ നിങ്ങളോട് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗങ്ങളെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തികമായി കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സാമ്പത്തികമായി കൊണ്ടുള്ള പ്രതിസന്ധികളെല്ലാം നീക്കിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ നാനാഭാഗത്ത് പ്രയാസങ്ങൾ അനുഭവിച്ച് കഷ്ടപ്പാടുകൾ അനുഭവിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളെല്ലാം നീക്കിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളോട് ഒരുമിച്ച് കൂടിയതുപോലെ തന്നെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലിക്കൊണ്ട് കണ്ണടക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി ഖാദിൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجر والدينا من النار، اللهم اجر والدينا من النار، اللهم اجر والدينا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك التواب الرحيم والحمد لله رب العالمين.